നമസ്കാരം, ഞാൻ കൃഷ്ണദാസ്. ആഞ്ജനേയ ജ്യോതിശാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വിരുഷ്ടം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാവർക്കും ബജരംഗി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അന്നപ്രാശം, അതായത് കുട്ടികൾക്ക് അന്നം കൊടുക്കുന്നത് എപ്പോൾ. പലർക്കും ഒരു സംശയമുണ്ട്, പെൺകുട്ടികൾക്ക് ഒരു തലത്തിലും ആൺകുട്ടികൾക്ക് വേറൊരു തലത്തിലുമാണ്. അങ്ങനെയല്ല, കുട്ടി ജനിച്ച 6-ാം മാസം അന്നം കൊടുക്കാം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈ അന്നം കൊടുക്കാൻ നമ്മൾ പ്രധാനമായിട്ടും ഊന്നാളുകൾ, അതായത് അശ്വതി, രോഹിണി, മകീരം, ഉണർദം, പൂയം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനീഴം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ആയ ഊന്നാളുകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ ജന്മമാസം ഒഴിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കുട്ടിയുടെ അനുജന്മ നക്ഷത്രങ്ങളും വർജിക്കേണ്ടതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ അശ്വതി മകം മൂലം, ഇതിൽ അശ്വതിക്ക് മാത്രമേ നമ്മൾ ചോറ് കൊടുക്കാൻ എടുക്കുന്ന നക്ഷത്രമുള്ളൂ. അപ്പോൾ അശ്വതി മകം മൂലം എന്നീ നക്ഷത്രങ്ങൾ നമ്മൾ വർജിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക്, അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പ്രാർത്ഥനയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എന്നിരുന്നാലും 6-ാം മാസമാണ് കുട്ടികൾക്ക് ചോറ് കൊടുക്കേണ്ടത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.